വളരെ സങ്കടമുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അത് മറ്റൊന്നുമല്ല, കൊല്ലത്തുള്ള ഒരു വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ വെച്ച് തൂങ്ങി മരിച്ച ഒരു സംഭവം. അത് നമ്മൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ അത് എന്താണ് സംഭവം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത ഒരു ആ വീട്ടിൽ വെച്ച് ആ മകൾ തൂങ്ങി മരിക്കേണ്ട ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്ക് പോയ ഒരു കാര്യമുണ്ട്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയ ഒരു വ്യക്തി, കിരൺ എന്ന വ്യക്തി, ആ വ്യക്തിക്ക് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ സമയത്ത് സ്ത്രീധനമായിട്ട് 1 ഏക്കർ 25 സെന്റ് സ്ഥലവും 100 പവനും 10 ലക്ഷം രൂപയും അതിനോടും അടുത്ത് വരുന്ന, അതിന് താഴെ വരുന്ന രൂപക്കുള്ള ഒരു വാഹനവും നൽകാമെന്നാണ് പറഞ്ഞത്. ആ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാഹത്തിന്റെ അന്ന് ദിവസം ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷെ കിരണിന് ഈ 10 ലക്ഷം ക്യാഷായിട്ട് മതി, വാഹനം വേണ്ട എന്ന് പറഞ്ഞ് അവന് ആ വാഹനത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാര്യത്തിൽ വിവാഹത്തിന്റെ ആ ഒരു ദിവസം മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. എനിക്ക് കാറ് വേണ്ട, എനിക്ക് ഇതിന്റെ പണം മതി എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കുകയും അതിനുവേണ്ടി അവളെ ക്രൂരമായി മർദ്ദിക്കുകയും അവളെ ഗാർഹിക പീഡനത്തിൽ ആക്കുകയും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. ഇവൻ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. എന്നിട്ട് അവന്റെ ഈ ഒരു സംഭവം തുടർന്നുകൊണ്ടേയിരുന്നു. വെറും ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഇന്ന് തൂങ്ങി മരിച്ചു കിടക്കുന്നത്. അത് സ്ത്രീധനത്തിന്റെ പേരിലാണ് ഇങ്ങനെ തൂങ്ങി മരിച്ചു കിടക്കുന്നത്. ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയ ഈ വ്യക്തി അർദ്ധരാത്രിക്ക് തന്റെ വൈഫിന്റെ വീട്ടിലേക്ക് 49 കിലോമീറ്റർ മദ്യപിച്ചിട്ടാണ് അവൻ വീട്ടിലേക്ക് പോയിട്ട് ആ വൈഫിനെ അടിക്കുകയും വൈഫിന്റെ സഹോദരനെ തല്ലുകയും ചെയ്തു എന്ന് അവരുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. സ്വന്തം മകളുടെ അച്ഛനാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് നീതി വാങ്ങിത്തരണം എന്നുള്ളത്. അതായത് ഇതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട്, ഒരു ഗവൺമെന്റിലെ ആളായതുകൊണ്ട് തന്നെ അവർക്ക് പേടിയാണ് നീതി ലഭിക്കുമോ എന്നുള്ളത്. കാരണം അധികാരം എന്നും അത് പവർ ഉള്ളവന്റെ കൂടെയാണ് എന്നും നിന്നിട്ടുള്ളത്. ഗവൺമെന്റും അങ്ങനെ തന്നെയാണ് നിൽക്കാറ്. ആരുടെ കയ്യിലാണ് അധികാരവും ആരുടെ കയ്യിലാണ് പണം, അവന്റെ കൂടെ ആയിരിക്കും നിൽക്കുക. ആ ഒരു കാര്യത്തിൽ പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. അതായത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, നമ്മൾ ആലോചിച്ചു, നമ്മളൊരു ഹെൽമെറ്റ് വെക്കാതെയോ ഒരു സൈഡ് ഗ്ലാസ് ഇല്ലാതെയോ ഒന്ന് കുറച്ച് സ്പീഡിലോ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 1000ഉം 10,000ഉം പെറ്റിയടിക്കുന്ന മോട്ടോർ വെഹിക്കിളിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു വ്യക്തിയാണ് 85% ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് 85% ആൽക്കഹോൾ കഴിച്ച വ്യക്തി കാർ ഓടിച്ചിട്ട് 49 കിലോമീറ്റർ ഓടിച്ചിട്ട് ആ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്നിട്ട് അതിനെ കോംപ്രമൈസ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അവര് തന്നെ ഉദ്യോഗസ്ഥരെ കോംപ്രമൈസ് ചെയ്തിട്ട് സർക്കാർ ജോലിയാണ്, അത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് അവരെ കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു വിഷയത്തെ അവിടെ ഒതുക്കി. അതാണ് അധികാരമുള്ളവന്റെ കൂടെ അവർ ഒരുമിച്ച് നിന്നു. ഇവിടെ നഷ്ടപ്പെട്ടത് ആർക്കാണ്? ആ ഒരു വീട്ടുകാർക്ക് തന്റെ മകളെ, തന്റെ സഹോദരിയെ, തന്റെ മകളെ ഒരു അമ്മക്കും ഒരു അച്ഛനും ഒരു സഹോദരനും നഷ്ടപ്പെട്ടു. അല്ലാതെ എന്താണ് ഇവിടെ കൂടുതലായിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളോടായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. അത് കൂടുതലായിട്ട് മറ്റൊന്നുമല്ല, ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് എന്താണ്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്ത്രീധനം. തന്റെ മകളെ കെട്ടിക്കാൻ, അതായത് ഒരു മകളെ മറ്റൊരു വ്യക്തിക്ക് വിൽക്കുന്നത് പോലെയല്ലേ അവിടെ ചെയ്തത്. 100 പവൻ സ്വർണം, 1 ഏക്കർ 25 സെന്റ് സ്ഥലം, 10 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ 10 ലക്ഷത്തോട് രൂപ വരുന്ന ഒരു കാറ്, ഇത്രയൊക്കെ കൊടുത്തിട്ടും പോരാ എന്ന് പറയുന്ന അത്രക്കും ഒരു ആർത്തിയുള്ള വ്യക്തിക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുത്തപ്പോൾ അവിടെയാണ് അവർ ആ തെറ്റ് ചെയ്തത്. സംഭവം ശരിയാണ്, മരണപ്പെട്ടു. ഈ സമയത്ത് നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇങ്ങനെ സ്ത്രീധനം മാത്രം നോക്കി വിവാഹം കഴിക്കുന്നവർ തന്റെ മകളെ മറ്റൊരു വ്യക്തിക്ക് വിൽക്കുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം പണത്തിന് വേണ്ടിയാണ് ആ മകളെ വിവാഹം കഴിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, വധുവിന്റെ വീട്ടുകാരോ സാലറി നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതി. അതായത് ഗവൺമെന്റ് ജോലിയുള്ള വ്യക്തിക്ക് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു വ്യക്തിയുടെ സ്വഭാവമോ എത്രത്തോളം ഗുണമുണ്ടെന്നോ എത്ര നല്ല സ്വഭാവമാണോ എന്നൊന്നും നോക്കുന്നില്ല. ഗവൺമെന്റ് ജോലിയാണോ എങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് മുമ്പിൽ ഇതൊരു പാഠമാണ്. കാരണം സാധാരണക്കാര് നല്ലവരുണ്ടാകും, സാധാരണക്കാർ മുഴുവൻ നല്ലവരാണെന്നല്ല പറഞ്ഞേ. പക്ഷെ ഗവൺമെന്റ് ജോലി മാത്രം നോക്കി വേറെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല, ഗവൺമെന്റ് ജോലി ഉണ്ട് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന മുഴുവൻ സംഖ്യയും നിങ്ങൾ ഡൗറിയായി കൊടുക്കുമ്പോൾ, 100 പവൻ ചോദിച്ചാൽ 100 പവൻ, 10 ലക്ഷം ചോദിച്ചാൽ 10 ലക്ഷം എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ മകൾക്കാണ് വില പറയുന്നത്, നിങ്ങളുടെ സ്വന്തം മകൾക്കാണ് അവർ വില പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ മകളുടെ ഇഷ്ടം കൊണ്ടല്ല. എന്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ വിലക്ക് പണം കൊടുത്ത് സ്വന്തം മകളെ നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ രീതി ചെയ്യാതെ ഇരിക്കുക. ആ രീതിയിലേക്ക് ഇനി
പോകുന്ന ആളുകൾക്ക്, ഡൗറി കൊടുക്കാൻ വേണ്ടി ഇനിയും തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പാഠമാണ്. നിയമത്തിന് മുമ്പിൽ ഇവരെ കൊണ്ടുവരട്ടെ, നിയമത്തിന് മുമ്പിൽ ഇവനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇതൊരു കൊലപാതകം തന്നെയാണ്. സ്വന്തം ഭാര്യയെ ഒരു പ്രേരിപ്പിച്ച് തൂക്കുമരത്തിലേക്ക് വിടുക എന്നുള്ളതും ചെറിയൊരു കാര്യമല്ല. അത് ഒരു അധികാരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണെങ്കിലും ശരി, സാധാരണക്കാരനാണെങ്കിലും ശരി, തെറ്റ് തന്നെയാണ്. നിയമം എല്ലാവർക്കും തുല്യതയാണ്. ആ തുല്യത ഇവിടെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വളരെ സങ്കടത്തോടെ ഇനിയൊരു സംഭവം ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇതുപോലെ ഡൗറി കൊടുക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അജ്മലാണ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.